എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസ്കി ഡേ ആണ്. എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പതിവ് പോലെ തന്നെ ഗിയേഴ്സ് എല്ലാം പാക്ക് ചെയ്ത് മോർണിംഗ് ഒരു 7 o'clock ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് എനിക്ക് 2 പ്രോഗ്രാമിന് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. മോർണിംഗ് പ്രോഗ്രാം വരുന്നത് അങ്കമാലിക്കടുത്ത മാള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബട്ട് ഈവനിങ് എനിക്ക് പ്രോഗ്രാം വന്നിട്ടുള്ളത് പാലക്കാട് വടക്കഞ്ചേരിയിലാണ്. പ്രധാനമായിട്ട് ഞാൻ അന്ന് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈവനിങ് പാലക്കാട് പ്രോഗ്രാം എനിക്കൊരു 4:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. പാലക്കാട് 4:30ക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മോർണിംഗ് എൻ്റെ പ്രോഗ്രാം ഒരു 2:30 ആകുമ്പോഴേക്കും എനിക്ക് സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ എൻ്റെ ടൈമിംഗ് ഫുള്ള് തെറ്റും. മോർണിംഗ് എൻ്റെ പ്രോഗ്രാം ലൊക്കേഷനിലേക്ക് 35 minutes ആണ് ട്രാവലെങ്കിൽ ഈവനിങ് അത് 2 hours ആണ് ട്രാവൽ ചെയ്യേണ്ടത്. പോരാത്തതിന് റോഡും മോശമാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം ലൊക്കേഷനിലെത്തി. ഗിയേഴ്സൊക്കെ പ്ലഗ് ചെയ്തു, സൗണ്ട് ചെക്കൊക്കെ കഴിഞ്ഞു. കൊയറാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം. കൊയറാണ്. പൊതുവെ ഭയങ്കര റിസ്ക്കിയാണ് കൊയറിന് ബാക്ക് ചെയ്യാൻ. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഞാൻ സ്റ്റിൽ സ്റ്റേജിലാണ്. ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് 3 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എനിക്കൊരു 1/2 hour ലോസ് ആയിട്ടുണ്ട്. NH ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ ഷോർട്ട് കട്ട് എടുത്തു. ബട്ട് എനിക്ക് 2 ലെവൽ ക്രോസ് കിട്ടി. അങ്ങനെ എൻ്റെ ഒരു 10 minutes കൂടി ലോസ് ആയിട്ടുണ്ട്. 4:30ക്ക് എത്തേണ്ട ഞാൻ 5 o'clock കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ലൊക്കേഷനിൽ എത്തുള്ളൂ. ഈവനിങ് എന്നെ പ്രോഗ്രാം ഏൽപ്പിച്ച ഗ്രൂം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരടുത്ത് നൈസായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. ബട്ട് എന്നാലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സൗണ്ട് സിസ്റ്റവും കീബോർഡിസ്റ്റും അവിടെ ഓൾറെഡി സെറ്റായിരുന്നു. അവരെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. ഈവനിങ് ലൊക്കേഷനിൽ എത്തിയതും നമ്മുടെ കീബോർഡിസ്റ്റ് ഡിറ്റ്സൺ ആണ് എൻ്റെ കാറ് കൊണ്ടുപോയി പാർക്ക് ചെയ്തത്. അവൻ കാറ് പാർക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് ഞാൻ എൻ്റെ ഗിയേഴ്സ് എല്ലാം ഇവിടെ പ്ലഗ് ചെയ്തു. സൗണ്ട് ചെക്കൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പരിപാടി വേഗം തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എൻ്റെ ഈവനിങ് പ്രോഗ്രാം കഴിഞ്ഞു. ഞാൻ നമ്മുടെ ബ്രൈഡിനെയും ഗ്രൂമിനെയൊക്കെ ഒന്ന് വിഷ് ചെയ്തു. അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ഒക്കെ പറഞ്ഞു. പതിവ് പോലെ ആർട്ടിസ്റ്റുകളുടെ കൂടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു. ഡിറ്റ്സൺ എന്ന ഈവനിങ് പ്രോഗ്രാമിനൊരു സ്പെഷ്യൽ റോളുണ്ട്. അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ഞാനിനി പോകുന്നത് പാലക്കാട്ടിലേക്കാണ്. കാരണം മോർണിംഗും ഈവനിങ്ങും പ്രോഗ്രാം ഉണ്ടായിരുന്നു. പോരാത്തതിന് റഷ് ഡ്രൈവിംഗ് ആയിരുന്നു. ടോട്ടലി ടയേർഡാണ്. തിരിച്ച് അങ്കമാലി എത്താനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് ഞാനിന്ന് സ്റ്റേ ചെയ്യുന്നത് പാലക്കാടാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. സൺഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ എനിക്കിന്ന് മോർണിംഗ് പ്രോഗ്രാം വരുന്നത് കാലടിയാണ്. ഈവനിങ് പ്രോഗ്രാം വരുന്നത് കോലഞ്ചേരിയാണ്. ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിൽ ഞാനൊരു ബർത്ത്ഡേ സെലിബ്രേഷനും കൂടി സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ലൊക്കേഷനിലെത്തി. എനിക്ക് ഫസ്റ്റ് പ്രോഗ്രാം വരുന്നത് ഹെബിൻ്റെയും രാഹുലേട്ടൻ്റെയും കൂടെയാണ്. ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിൽ അച്ഛൻ്റെ ബർത്ത്ഡേയും കൂടി സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഈവനിങ് നമ്മുടെ പ്രോഗ്രാം ലൊക്കേഷനിലെത്തി. ഒട്ടും സമയം കളയാതെ തന്നെ സൗണ്ട് ചെക്കൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ ഈവനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ ഈ 2 ദിവസത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അൺടിൽ ദെൻ ബൈ.